സുധാകരനെ വീഴ്ത്താൻ തന്ത്രങ്ങളൊരുക്കി കെ.സി. വേണുഗോപാൽ. പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കൊട്ടാര വിപ്ലവം. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനെ വീഴ്ത്താൻ കെ.സി. വേണുഗോപാൽ നടത്തുന്ന അണിയറ നീക്കങ്ങൾ ഫലം കാണുന്നതായി സൂചനകൾ. പ്രതിരോധം ഫലം കണ്ടില്ലെങ്കിൽ കെ. സുധാകരൻ ഉടൻ തന്നെ പുറത്തു പോകേണ്ടി വരുമെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും പുറത്തുവരുന്ന വിവരം. ഇതോടെ സ്വന്തം തട്ടകമായ കണ്ണൂർ ജില്ലയിൽ മേധാവിത്വം പുലർത്തുന്ന കെ. സുധാകരന് പാർട്ടിയിലുള്ള പിടി അയയുമെന്നാണ് ലഭിക്കുന്ന സൂചന. സ്വന്തം ജില്ലയായ കണ്ണൂരും കേരളത്തിലെ പാർട്ടിയിലും കെ.സി. വേണുഗോപാലിന് താല്പര്യങ്ങൾ ഒട്ടേറെയുണ്ട്. അതുകൊണ്ട് തന്നെ കെ. സുധാകരൻ എന്ന വൻ വൃക്ഷത്തെ വീഴ്ത്തിയാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെ കണ്ണൂരിൽ നിന്നും സുധാകര പ്രഭാവത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാനാകാതെ ആലപ്പുഴയ്ക്ക് പലായനം ചെയ്ത ചരിത്രമാണ് കെ.സി. വേണുഗോപാലിനുള്ളത്. ഇന്ന് സുധാകര വിഭാഗത്തിലുള്ള പല നേതാക്കളും കെ.സിയുടെ സഹപ്രവർത്തകർ കൂടിയാണ്. എന്നാൽ ഇവരാരും തന്നെ സുധാകരന്റെ പാളയം വിട്ട് കെ.സി. വേണുഗോപാലിനൊപ്പം നിൽക്കാൻ തയ്യാറല്ല. കൂടാതെ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവനും തന്നെ അനുകൂലിക്കുന്നവരുടെ ഒരു വൻ യുവനിര തന്നെ സുധാകരൻ ഗ്രൂപ്പായി നിലനിൽക്കുന്നുമുണ്ട്. എം ലിജു, അബിൻ വർക്കി, റിജിൻ മാക്കുറ്റി, യു.ടി. ജയന്ത്, മാർട്ടിൻ ജോർജ് തുടങ്ങിയ നേതാക്കളെല്ലാം സുധാകരന് വേണ്ടി കൈമേയും മറന്ന് പോരാടുന്നവരാണ്. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ കെ. സുധാകരന് പിന്തുണയുമായി ഇവർ പ്രത്യക്ഷമായും പരോക്ഷമായും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോൺഗ്രസിനകത്ത് കൊട്ടാര വിപ്ലവത്തിന്റെ അവസ്ഥയിലെത്തിയിരിക്കുകയാണെന്ന് പറയാം. കഴിഞ്ഞ 3.5 വർഷമായി കെ. സുധാകരന്റെ കീഴിൽ പാർട്ടി ശക്തമാണെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. കെ.പി.സി.സിയിലും ഡി.സി.സികളിലും അഴിച്ചുപണി നടക്കേണ്ടതിനു പകരം പാർട്ടി അധ്യക്ഷനെ തന്നെ മാറ്റുന്നത് ശരിയല്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. പാർട്ടിയിൽ ഐക്യമില്ലാത്തതിന്റെ പേരിലോ പ്രവർത്തനത്തിന്റെ പോരായ്മയുടെ പേരിലോ കെ. സുധാകരൻ മാറേണ്ടതില്ലെന്ന വാദം ആദ്യം ഉയർത്തിയത് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരായിരുന്നു. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മാറാൻ തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞ സുധാകരൻ പ്രസിഡന്റ് പദവിയിൽ തുടരാനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ടെന്നും കൂടുതൽ പേർ പിന്തുണയുമായി എത്തുമെന്നുമുള്ള നിലപാടിലേക്ക് പിന്നീട് മാറുകയായിരുന്നു. പിന്നാലെ കെ.പി.സി.സി അധ്യക്ഷൻ വി.ടി. ബൽറാമും സുധാകരനെ പിന്തുണച്ച് രംഗത്തെത്തി. കെ. സുധാകരൻ അധ്യക്ഷനായ ശേഷമുള്ള 3 ഉപതെരഞ്ഞെടുപ്പുകളിലെ മിന്നും ജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റവും അക്കമിട്ട് നിരത്തിയാണ് ബൽറാം തന്റെ പിന്തുണ അറിയിച്ചത്. സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ വരെ പ്രവർത്തനം ശക്തമാണെന്നും സുധാകരനെ അനുകൂലിക്കുന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. കെ.പി.സി.സി തലപ്പത്ത് അഴിച്ചുപണിയെന്ന സൂചന വന്നപ്പോൾ തന്നെ സുധാകരനുള്ള പിന്തുണ രമേശ് ചെന്നിത്തലയും നേരത്തെ തന്നെ പരസ്യമാക്കിയിട്ടുള്ളതാണ്. പരസ്യ പ്രകടനത്തിനില്ലെങ്കിലും പ്രസിഡന്റ് മാറണമെന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവിന്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന കെ.പി.സി.സി ഭാരവാഹികളുടെ ഓൺലൈൻ യോഗത്തിൽ സുധാകരനുമായി ഐക്യത്തോടെയാണ് പോകുന്നതെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇതുകൂടാതെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ എ.കെ. ആന്റണിയുടെ പിന്തുണയും സുധാകരനാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ സുധാകരനെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.